വൈക്കത്ത് സണ്ണിയം കബിക്കാടിനെ കോൺഗ്രസ് മത്സരിപ്പിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത വന്നപ്പോൾ തന്നെ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഈ ജമായത്ത് ഇസ്ലാമിയുടെ നോമിനിയാണോ സണ്ണിയം കബിക്കാട് എന്നുള്ളൊരു സംശയം വളരെ സജീവമായിട്ട് നിന്നിരുന്നു. അത് കൂടാതെ തന്നെ ഇത്തരം കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയെ വൈക്കത്ത് മത്സരിപ്പിക്കുമ്പോൾ അത് എത്രത്തോളം ഗുണം ചെയ്യും കോൺഗ്രസ് പാർട്ടിക്ക് എന്നുള്ളതും ഒരു ചോദ്യമായിരുന്നു. പക്ഷേ വി.ഡി. സതീശൻ്റെ ചില താല്പര്യങ്ങൾ കാരണമാണ് ഈ ഒരു ഓഫർ സണ്ണിയം കബിക്കാടിന് പോയത്. സ്വാഭാവികമായിട്ട് ജമായത്ത് ഇസ്ലാമിയുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളാണ് വി.ഡി. സതീശൻ. ജമായത്ത് ഇസ്ലാമിയെ ഇങ്ങനെ മിനിറ്റിന് വെളുപ്പിക്കുന്ന ഒരു നേതാവാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ്. അതുകൊണ്ട് തന്നെ സതീശൻ ഇങ്ങനെ ഒരു ഓഫർ മുന്നോട്ട് വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ജമായത്ത് ഇസ്ലാമിക്ക് വേണ്ടിയായിരിക്കും എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടായിരുന്നു. അതിനനുസരിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. എന്തായാലും കോൺഗ്രസും സതീശനും നൈസായിട്ട് തന്നെ സണ്ണിയം കബിക്കാടിനെ ദളിത് ചിന്തകനും ജമായത്ത് ഇസ്ലാമി സഹയാത്രികനുമായ അദ്ദേഹത്തെ പറ്റിച്ചു എന്ന് പറയേണ്ടി വരും. കാരണം ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്നുള്ള ആ ഒരു ക്ലീശേ പ്രയോഗം അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. വൈക്കത്ത് മത്സരിക്കണം നിങ്ങൾ സമീപിക്കുന്നു അദ്ദേഹമാണെങ്കിൽ മനപ്പായസം ഉണ്ണുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം ഏത് ദളിത് ചിന്തകനാണെങ്കിലും ഏത് ഉന്നത തലത്തിൽ ചിന്തിക്കുന്ന ആളാണെങ്കിലും എന്തെങ്കിലും ഇതുപോലുള്ള ഓഫറുകൾ വരുമ്പോൾ, പ്രത്യേകിച്ച് ഒരു MLA ആയിട്ടൊക്കെ ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ ഒരു ആശ പൊട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു താല്പര്യം എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് പല മാധ്യമങ്ങളോടൊക്കെ തനിക്ക് താല്പര്യമുണ്ട് മത്സരിക്കാനെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. അതുമാത്രമല്ല, ഇടതുപക്ഷക്കാരനാണ് ഞാൻ എന്നുള്ളൊരു വിചാരമുണ്ട്, എന്നാൽ അങ്ങനെയല്ല, ഞാൻ കോൺഗ്രസുമായിട്ടും നല്ല ബന്ധത്തിലാണ്, കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമാകുന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല എന്നൊക്കെ പറയാനൊക്കെ സണ്ണിയം കബിക്കാട് ശ്രമിച്ചിട്ടുണ്ട്. അതെല്ലാം വെറുതെയായി. ഇപ്പോൾ ഇടതുപക്ഷവും ഇല്ല വലതുപക്ഷവും ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് സണ്ണിയം കബിക്കാട് പോയിരിക്കുന്നത്. ആ നിരാശയൊക്കെ അദ്ദേഹത്തിനുണ്ടാവും. പക്ഷേ ആ നിരാശ വന്നപ്പോൾ, അതായത് സീറ്റ് കിട്ടാത്തൊരവസ്ഥ വന്നപ്പോൾ ആദ്യം പ്രതികരിച്ചപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം സണ്ണിയം കബിക്കാട് പറഞ്ഞു. അതായത് സംഘപരിവാറിൻ്റെ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ. അതായത് കോൺഗ്രസിനെ പ്രഷറൈസ് ചെയ്ത് സംഘപരിവാറാണ് തൻ്റെ സ്ഥാനാർത്ഥിത്വം വെട്ടിയത് എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളൊക്കെയാണ് സണ്ണിയം കബിക്കാട് നടത്തിയത്. ഇതൊക്കെ ഒരു കോമഡി ആയിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. കോൺഗ്രസ് പാർട്ടി ഒരാളെ മത്സരിപ്പിക്കേണ്ടേ എന്ന് തീരുമാനിക്കുമ്പോൾ അതിൽ സംഘപരിവാറിന് എന്ത് റോളാണുള്ളത് പറയുമ്പോൾ അല്പം ഒരു ലോജിക്കൊക്കെ പ്രയോഗിക്കേണ്ട ഒരു ആവശ്യകത കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഈ ജമായത്ത് ഇസ്ലാമിയുടെ സ്കൂളിൽ നിന്ന് വരുന്ന ആളുകളെല്ലാം ഈ എല്ലാ കാര്യങ്ങൾക്കും, എന്ത് സംഭവങ്ങൾക്കും ബ്ലെയിം ചെയ്യാൻ സംഘപരിവാറിൻ്റെ പേരാണ് ഉപയോഗിക്കാറ്. അമേരിക്ക, ഇസ്രായേൽ, സംഘപരിവാർ, ഇതാണ് അവരുടെ ഒരു ലൈൻ. അപ്പം എന്തായാലും ഈ പറയുന്ന സണ്ണിയം കബിക്കാട് അസൽ ജമായത്ത് ഇസ്ലാമി സ്കൂളിൽ നിന്ന് വന്ന വ്യക്തിയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്ന ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഒന്നാമത് കുറച്ചൊരു ലോജിക്ക് ഉണ്ടെങ്കിൽ തന്നെ ചിന്തിക്കുക. കോൺഗ്രസ് പാർട്ടി അങ്ങനെ പല ഓഫറുകളും നടത്തും. പക്ഷേ സ്വാഭാവികമായിട്ട് ആ പാർട്ടിയിൽ ഇപ്പോഴും 80 മിനിറ്റ് പോലും മത്സരിക്കാൻ അടികൂടി കൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് നേതാക്കളാണ് അണികളേക്കാൾ കൂടുതലുള്ളത്. അപ്പോൾ അത്തരമൊരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ എത്രത്തോളം സാധ്യതയുണ്ടെന്ന് സണ്ണിയം കബിക്കാടിനെ പോലെ ഉന്നത ചിന്താശേഷിയുള്ള ഒരു വ്യക്തി മനസ്സിലാക്കേണ്ടതായിരുന്നു. അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു അപഖ്യാതി നേരിടേണ്ടി വരില്ലായിരുന്നു. എന്തായാലും വളരെ സങ്കടം തോന്നുന്നുണ്ട്. കാരണം സണ്ണിയം കബിക്കാട് കുറേ ആഗ്രഹിച്ചിരുന്നതാണ്. അത് ഇല്ലാതാക്കുന്ന ഒരു നടപടി കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ്. വി.ഡി. സതീശനാണ് ഇതിലെ നമ്പർ 1 പ്രതി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം വി.ഡി. സതീശൻ ഇങ്ങനെ കുറേ ആളുകൾക്ക് ആശ കൊടുക്കും, അവസാനം കാല് മാറും എന്നുള്ളതാണ് ഒരു വസ്തുത. പല ആളുകളും ഇതേപോലെ ആഗ്രഹിച്ച് നടന്നു, സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നടന്നു, ഒടുവിൽ ലിസ്റ്റ് വന്നപ്പോൾ അവരുടെ പേരുകളൊന്നുമില്ല. അപ്പോൾ അതാണ് വി.ഡി. സതീശൻ്റെ ഒരു സ്റ്റൈല്. എന്തായാലും സണ്ണിയം കബിക്കാടിൻ്റെ ഈ അവസ്ഥയിൽ നമുക്കൊരു സങ്കടമുണ്ട്. കാരണം സണ്ണിയം കബിക്കാട് ഒരു ജമായത്ത് ഇസ്ലാമിയുടെ കാര്യങ്ങളൊക്കെ MLA ആയിട്ട് ഉയർത്തിക്കൊണ്ടുവരുമെന്ന് വിചാരിച്ചിരുന്നൊരു വലിയ വിഭാഗം ഉണ്ടായിരുന്നു. അവർക്കെല്ലാം വലിയൊരു നിരാശയാണ് സണ്ണിയം കബിക്കാടിൻ്റെ ഈ ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നുള്ള പുറത്ത് പോകൽ വഴി ഉണ്ടാകുന്നത്.